സമയം 8:15. ഏതെങ്കിലുമൊക്കെ കട തുറന്നിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ വാങ്ങി വരുമ്പോഴത്തേനും നമുക്ക് മരുന്ന് വാങ്ങേണ്ട സമയമാവുമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. തുറന്നിട്ടുണ്ടായാൽ മതിയായിരുന്നു. ആദ്യം പോകേണ്ടത് ഈ ഒരു കടയിലാണ് കേട്ടോ. ഇവിടെ നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കായി ഞാൻ മുമ്പേ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഈ ഫോയിൽ പേപ്പറാണ്. ആ ഒരു സാധനം വാങ്ങിയത് ഭക്ഷണം പൊതിയാനൊന്നുമല്ല കേട്ടോ. നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ പാർലറിലേക്ക് വേണ്ട സാധനം. അടുത്തതായിട്ട് ഇനി പോകാനുള്ളത് KK മെഡിക്കൽസിലേക്കാണ്. അവിടുന്ന് വാവയ്ക്കുള്ളൊരു പൊടി വാങ്ങാനുണ്ട്. അമ്മക്ക് കുറച്ച് ബോയിൽ സാരി വാങ്ങാൻ നോക്കാം. അങ്ങനെ എനിക്കിഷ്ടമുള്ള 2-3 സാരിയൊക്കെ വാങ്ങി ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനി നേരെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട്. വീട്ടിൽ നിന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് അങ്ങനെ തന്നെ അനുമാനിക്കാം. എന്തെങ്കിലും കഴിക്കാൻ പറ്റിയതുണ്ടോ നോക്കട്ടെ. അങ്ങനെ ഞാനൊരു കാപ്പിയും പഴംപൊരിയും പറഞ്ഞിട്ടിരിക്കുവാണ്. ഞാൻ കാപ്പി മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മയും പറഞ്ഞു എനിക്കും കാപ്പി മതി, ചായ എനിക്കിഷ്ടമല്ല. അവർ എന്നെപ്പോലെ തന്നെ ഷുഗറിൻ്റെ മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നവരാണ് കേട്ടോ. അവർ 2 കൂട്ടുകാരികൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്തും എവിടെയാ എന്താ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു കാപ്പിയും ഒരു പഴംപൊരിയും കഴിച്ചു. 24 രൂപയും കൊടുത്തു ഇറങ്ങി. ദൈവമേ, ഡോക്ടർ വന്നിട്ടുണ്ടാവണേ. ഞാൻ ചെല്ലുമ്പോഴത്തേനും എൻ്റെ പുസ്തകം എടുക്കുന്ന ലെവലിലെത്തണേ. എന്തായോ എന്തോ. എന്നെ ഇപ്പോൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എൻ്റെ പുസ്തകം